ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്വിറ്റ്സർലൻഡ് പോകുന്ന ദിവസം എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇന്നാണ് പോകുന്നത് സ്വിറ്റ്സർലൻഡ്. അതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈവനിങ് 5:30ക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഒരു 2:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ എയർപോർട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പം മെയിനായിട്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും. നമ്മുടെ 5 ഡേയ്സിലെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ബാക്കി വിശേഷം എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ എയർപോർട്ട് എത്തി കേട്ടോ. നേരത്തെ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്കിനിലോട്ട് പോവാം. അപ്പം സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് അതേ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റിൽ കയറി അവിടെ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ ബാക്കി എല്ലാ വിശേഷങ്ങളും കാണിക്കാം. ഓക്കെ, സീ യു. അങ്ങനെ വെറും 1.5 മണിക്കൂർ മാത്രം ഫ്ലൈറ്റിലിരുന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡ് എത്തിയിരിക്കുന്നു. നമ്മൾ ജനീവ് എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇനി ഇവിടെ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു 2 hours പിടിക്കും. അത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. നമ്മളൊരു 5 മിനിറ്റ്സോടെ വൈകിയിരുന്ന് നമ്മുടെ ട്രെയിൻ പോയേനെ കേട്ടോ. പക്ഷെ എന്താണെങ്കിലും നമുക്ക് ട്രെയിൻ കിട്ടി. ഇനി ഇവിടുന്ന് ഒരു 2 hours കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബേൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബേൺ എത്തി. ഇവിടെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊരു ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു ചിക്കൻ റോൾ ഓർഡർ ചെയ്തു. ആ ചേച്ചിയുടെ ബാഗ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഡ്രിങ്ക് തന്നു. ബട്ടർ മിൽക്കിൻ്റെ ഒരു ഒരു ക്യാൻ തന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ബേൺ സിറ്റി. ഭയങ്കര തണുപ്പാട്ടോ പുറത്ത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സിമ്മോ നമുക്ക് നെറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഊബറൊന്നും വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ഫ്രണ്ടിൽ കിടന്ന ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ക്യാഷ് ഇല്ലാതെ ആർക്കും കൊണ്ടുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ATM പോയി ക്യാഷൊക്കെ എടുത്തിട്ട് ഇനി വന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മൾ മോക്സി ബൈ മാരിറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി നമ്മുടെ റൂം കാണാം. മോർണിംഗ് ഓൾ. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിതേ എഴുന്നേറ്റു. ഇവിടെ ഇപ്പോൾ മോർണിംഗ് 7 o'clock ആണ്. രാവിലെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ Day 1 ഇൻ സ്വിറ്റ്സർലൻഡ് ആണ്. ഞാൻ വേഗം പോയി റെഡി ആയിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഏറ്റവും എക്സൈറ്റഡ് എന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര നോക്കിയിരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ മെനു ഒക്കെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ വേഗം പോയി റെഡി ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ഇവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറേ അധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്. കുറേ ഡിഫറെൻറ്റ് മെനു ഉണ്ട്. അതുപോലെ തന്നെ ചീസ്, ബട്ടർ, യോഗർട്ട് ഇതിൻ്റെയൊക്കെ കൂടുതലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഞാൻ കണ്ടു കേട്ടോ. എന്താണെങ്കിലും എനിക്കിനി ഒട്ടും സഹിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ എടുത്ത് പോയി കഴിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി വിശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം.
അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലെ നമ്മുടെ ഫസ്റ്റ് പ്ലേസിലേക്ക്, ലുസേൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് പിലാറ്റസ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര ഒരു രക്ഷയില്ല കേട്ടോ. ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. മൗണ്ടെയ്ൻസിൻ്റെ മേലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹൗസസ് ഒക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രെയിൻ യാത്ര. ഇനി ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട്. എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സംഭവം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ടൈമിങ്ങിലാണ് ബസ്സും ട്രെയിനും എല്ലാം പക്ക ടൈമിങ്ങിൽ തന്നെ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൗണ്ട് പിലാറ്റസിലേക്കാണ്. അപ്പം കേബിൾ കാറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ നടത്തമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇവിടുന്ന് കേബിൾ കാർ റൈഡ് ചെയ്ത് മുകളിലേക്ക് പോകണം, മൗണ്ട് പിലാറ്റസിലേക്ക് പോകണം. ഇതേ നമ്മളെത്തി ടിക്കറ്റൊക്കെ എടുത്തു. അവർ നമുക്ക് കേബിൾ കാർ പോകുന്ന റൂട്ടും അവിടുത്തെ പ്ലേസസൊക്കെ പറഞ്ഞു തരുക. അപ്പോൾ നമ്മൾ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ദേ നമ്മുടെ കേബിൾ കാർ എത്തി, നമുക്ക് പോകാനുള്ള കേബിൾ കാർ എത്തി. നമ്മൾ കയറി. ഇനി മുകളിൽ ചെന്നിട്ടും പോകുന്ന വഴിയിലെ ബാക്കി വിശേഷങ്ങളെല്ലാം കാണിക്കാം. അങ്ങനെ ദേ നമ്മൾ ഫേസ് 1 എത്തി. ഫേസ് 1ഉം ഫേസ് 2ഉം ഉണ്ട്. അപ്പം ഇതാണ് ഫേസ് 1. ഇവിടെ ഫുള്ള് മിസ്റ്റ് കവർ ചെയ്ത് കിടക്കും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് സ്നോ കവർ ചെയ്ത മൗണ്ടെയ്ൻസ് കാണാം. താഴേക്ക് ഇറങ്ങിയ കുറേ സ്നോ ഫുള്ള് കവർ ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മളൊരു 1 അവർ ഒക്കെ സ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു കേബിൾ കാർ റൈഡ് വരും. കേബിൾ കാർ വരും. അതിൽ കയറി നമുക്ക് ഫേസ് 2ൽ പോവാം. അങ്ങനെ നമ്മൾ ഫേസ് 2 എത്തി കേട്ടോ. ഫേസ് 2ലേക്ക് പോകുന്ന കേബിൾ കാർ ഭയങ്കര വലുതായിരുന്നു. അതിൽ കുറേ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയൊരു കേബിൾ കാറായിരുന്നു. ഫേസ് 2ൽ വന്നപ്പോൾ കുറേ ഷോപ്സ് ഉണ്ട്. ഫുഡ് ഐറ്റംസിൻ്റെ കുറേ ഷോപ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചസിൻ്റെ ഷോപ്സ്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ടൈം കുറവായതുകൊണ്ട്. വേഗം നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കോഫിയോ സ്നാക്കോ ഒക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോകണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്നോഫോളും നല്ല തണുപ്പും. അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾക്ക് വേഗം പോകേണ്ട വന്നു. ഇതേ നമ്മൾ വീണ്ടും കേബിൾ കാറിൽ കയറി നമ്മൾ താഴേക്ക് പോവാണ്. അത് കുറച്ച് പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത്രയും ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഇതേ നമ്മൾ താഴെ എത്തി കേട്ടോ. ഇതാണ് ലുസേൺ സിറ്റി. ഇവിടെ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇവിടെ നേരത്തെ രാത്രിയാകുമല്ലോ, അപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന ഷോപ്പാട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം, കാരണം നെക്സ്റ്റ് ട്രെയിൻ പെട്ടെന്ന് തന്നെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത്, നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കാണ്. ഇന്ത്യയിലേക്കുള്ള ബ്രീൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇവിടുത്തെ ട്രെയിൻ യാത്ര ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്, നമ്മളൊട്ടും ടയേർഡ് ആവത്തില്ല. ഗുഡ് മോർണിംഗ് ആൾ. അങ്ങനെ ഇത് നമ്മുടെ ഡേ 2 ഇൻ സ്വിറ്റ്സർലൻഡാണ്. ഇന്നലെ നമ്മൾ ബ്രീൻസ് എത്തിയപ്പോഴത്തേക്കും നല്ലോണം രാത്രിയായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കിടന്നുറങ്ങി. ഇത് രാവിലത്തെ വ്യൂ ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത്. നല്ല രസമുണ്ട് പുറത്ത് കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫുള്ള് മിസ്റ്റ് കവർ ചെയ്ത് കിടക്കുവാണ്. അപ്പം നമുക്ക് റൂം ടൂർ ഒന്ന് കണ്ടാലോ?
അപ്പോൾ ഗായ്സ് നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിക്കേ, നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ ആട്ടോ. അവിടെ ഫുള്ള് മിസ്റ്റ് കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്ക് മോർണിംഗ് കാണത്തേ ഉണ്ടായിരുന്നില്ല, ഒട്ടും വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്റ്റൊക്കെ മാറി അവിടെ ലേക്കും അങ്ങനെ ഒരു ഗ്ലേഷ്യർ മൗണ്ടെയിനും ഉണ്ടെന്ന് നമുക്ക് വിസിബിൾ ആയത് ആ മിസ്റ്റ് മാറിയപ്പോഴാണ്. എന്താണല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ സ്റ്റേയിൽ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിവേസ് ഞാനിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിവേസ് ഓക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടെ ബ്രെഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വേഗം പിക്ക് ചെയ്ത് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാൻ. നമ്മുടെ ഡേ 2 ഇൻ സ്വിറ്റ്സർലൻഡാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ വ്യൂ ആണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല തണുപ്പ്, അതുപോലെ തന്നെ സ്മോൾ സ്മോൾ കോട്ടേജസ് ഒക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു വ്യൂ. പിന്നെ എനിക്ക് സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ തോന്നിയൊരു കാര്യം, ഇവിടെ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. ഫുഡാണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ് വരുന്നത്. ഇപ്പം ഒരു നൈറ്റിലെ സ്റ്റേ പോലും നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലം നോക്കുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആകും. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നവർ അങ്ങനെ നോക്കി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് വേർത്ത് ദ മണി തന്നെ എന്ന് പറയാം കേട്ടോ. കാരണം നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് മോർണിംഗ് എണീറ്റപ്പോൾ കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി ബാക്കി നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ എല്ലാ വിശേഷങ്ങളും നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you so much for watching. Bye.